ഏതപ്പോൾ ഒരു വൈകുന്നേര സമയത്ത് ഊട്ടി കാണാൻ ഇങ്ങനെയാട്ടെ. ഊട്ടിയുടെ നടുക്കും കണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ മലയുടെ നടുക്ക് ഏതാണ്ട് മല കാണിക്കാൻ വരുന്ന അറിയത്തില്ല. എന്താ അറിയത്തില്ല, എനിക്ക് എന്തോ ഒരു തോന്നല് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടെന്ന്. നിന്നെ കൊണ്ട് മുണ്ടെടുക്കാനും പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഈ ആൾക്കാരെ കുറിച്ച് നോക്കുന്നത്. തമിഴ്നാട് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഫോൺ ആരിലും അടിച്ചോണ്ട് പോകുന്നൊരു ചെറിയ ഡൗട്ട്. കൂടൽ മഞ്ഞിൽ ഓഹോ താഴ്വരയിൽ ഓഹോ. വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണാൻ വിചാരിക്കുന്ന ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വെച്ച് വിട്ട് കളഞ്ഞ് അവിടെ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുമല്ലായിരുന്നു. അപ്പോൾ നമുക്ക് റോഡ് ട്രിപ്പിലോട്ട് പോവാം. ജെയിംബ് റെഡിയാണോ? റെഡിയാണെങ്കിൽ പെട്ടെന്ന് വരൂ. ഞാൻ ഓടിക്കും, കുഴപ്പമില്ല. എക്സ്പീരിയൻസ് ഞാൻ ഇങ്ങനെയൊക്കെയല്ല എക്സ്പീരിയൻസ് വരുന്നത്. ഇന്നത്തെ എക്സ്പീരിയൻസ് ഇല്ല എനിക്ക്. ഈവൻ എനിക്ക് ഓടിക്കണമെന്ന്, പക്ഷെ എന്ത് ചെയ്യാനോ അവിടെ ഇടിക്കരുത് അവരുടെ വണ്ടിയിലൊന്നും. ഏത് ടണലിൽ കൂടിയാണ് ഇപ്പോൾ പോകുന്നത് അറിയത്തില്ല. തമിഴ്നാടാണെന്ന് തോന്നുന്നത് അങ്ങോട്ട്. ഡീസൽ തീരാറായി, എവിടെയെങ്കിലും നിർത്തേണ്ടി വരും. എത്ര പറഞ്ഞാൽ ഡീസൽ അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എവിടെയാണ് ഡീസൽ? മുമ്പിൽ തന്നെ വളർച്ച അങ്ങോട്ട്. ഒരു വട്ടം കൂടെ ആയിരുന്നത് ഫുള്ളായിരുന്നു. 3000 പെട്രോൾ അടിച്ചിട്ടുണ്ട് അവിടെ വരെ പോകുന്നു. അങ്ങനെ ഫൈനലി കേരളം തീർന്ന് നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറാൻ പോവുകയാണ്. വോളയാർ ചെക്ക് പോസ്റ്റിൽ എത്താറായി. ഇപ്പൊ ടോൾ പോയിന്റ് ആണ്. ടോൾ പോയിന്റ് ഇനി കുറച്ചുകൂടി സമയത്തിൽ നമ്മളവിടെ എത്തുന്നതാണ്, തമിഴ്നാട് എത്തുന്നതാണ്. ആ വണ്ടി നമ്പർ പ്ലേറ്റും ടി ആണ് കണ്ടത്. കോയമ്പത്തൂർ സെന്ററിലോട്ട് എത്താറായി കേട്ടോ. നമുക്ക് അവിടെ എവിടെയെങ്കിലും തങ്ങാം. അവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യാം. ആയിട്ട് നാളെ രാവിലെ ആവുമ്പം നമുക്ക് ഊട്ടിയിലോട്ട് പോവാം. പിന്നെ ഊട്ടിയിൽ നിന്ന് എവിടെയെങ്കിലും ഒക്കെ പോവാം. 200 രൂപയുടെ ഹോട്ടൽ പറ്റത്തില്ല കേട്ടോ. 200 രൂപയുടെ ഹോട്ടൽ എന്ത് പറ്റി? നമ്മുടെ നാടല്ല ഇത്, ബാംഗ്ലൂർ പോലും അല്ല. പിന്നെന്താ രാവിലെ ആ ഓയോ എന്ന് പറഞ്ഞ ബോർഡ് കാണത്തില്ല. എന്താ എടുത്തോണ്ട് പോകും? നമ്മൾ ഏതെങ്കിലും വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും. അവരെല്ലാം അടിച്ചോണ്ട് പോകും. ചട്ടി വരെ അടിച്ചോണ്ട് പോകും. ഷഡ്ഡി തീടാറില്ലല്ലോ അവരുടെ. അത് കുഴപ്പമില്ല. എടാ വിറ്റ് പറ്റിയില്ലേ? ഞാൻ മൊബൈലിന് ചാർജർ എടുത്തില്ല. മൊബൈലിന്റെ ചാർജർ ആണെങ്കിൽ പാതിരാത്രി മേടിക്കണം. ആയിട്ട് ക്യാഷും എടുത്തിട്ടില്ല. ക്യാഷ് വഴിയിൽ നിന്ന് എടുക്കണം. ടോളിൽ തന്നെ ഇപ്പൊ ഏകദേശം വന്ന് 1000 രൂപയായി. ചില ടോളിലുള്ളവന്മാര് എന്താണ് സ്കാൻ ചെയ്യാന്ന് പറഞ്ഞപ്പോ സ്കാനാ. എങ്ങോട്ടാ പോകുന്നതെന്ന് ഇങ്ങോട്ട് അതിന് നിരക്ക് തന്നെ എങ്ങോട്ടാ പോകുന്നത് പറയരുത്. നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതിപ്പം സ്ഥലം കണ്ടിട്ട് എവിടെ ഈ ഹോട്ടലിൽ മനസ്സിലാവുന്നില്ല. അതെ, ഒരു സാധനവും ഇല്ല ഇവിടെ. നോക്കി ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇത് തപ്പണമെന്ന്. ഇത് ഇവിടെ തന്നെയാണല്ലോ. വീടല്ലേ ബുക്ക് ചെയ്തേ? എടാ നിനക്ക് ആദ്യം 600 കുഴപ്പമുണ്ടായപ്പോ 1300 ബുക്ക് ചെയ്തേ. ഓൺ സ്റ്റേ ഒന്നും അല്ല, റൂം തന്നെയാ ബുക്ക് ചെയ്തത്. വീട് പോലെ ഒരു ബോർഡ് ഒന്നും ഇല്ല. തേങ്ങ ഉള്ളതൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ എന്താ കുഴപ്പം? നല്ലതാണല്ലോ കണ്ടിട്ട്. ഹോം സ്റ്റേ ആണ് അത്. ഇതാണ് സ്ഥലം. പക്ഷെ പാർക്കിങ്ങിന് സ്ഥലമൊന്നും ഇല്ലല്ലോ ഇവിടെ. അപ്പൊ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ കയറിയിട്ടുണ്ട്. റൂമിന്റെ കാര്യം പറയണ്ട. പാതിരാത്രി കഴിഞ്ഞ് ബുക്ക് ചെയ്തുകൊണ്ടിരുന്ന നാളെ രാവിലത്തേക്ക് അത് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അത് ഇവരറിയാം. പിന്നെ പാതിരാത്രി തന്നെ വില കൂട്ടി പറഞ്ഞ റൂം തന്നു നമുക്ക്. പക്ഷെ എന്റെ ഫോൺ ഓഫ് ആയിക്കൊണ്ടിരിക്കുക. ഫോൺ ചാർജർ ഇല്ലാത്തതുകൊണ്ട്, അഡാപ്റ്റർ ഇല്ലാത്തത്. അഡാപ്റ്റർ നാളെ മേടിക്കണം. എങ്ങനെ ഒരു ചെറിയ അഡാപ്റ്റർ ഒപ്പിച്ച് അതിപ്പോ തിരിച്ചു കൊടുക്കണം. അപ്പൊ ഫോൺ ഇപ്പോൾ ഓഫ് അതിന് മുമ്പേ ബ്ലോഗ് എനിക്ക് അപ്ലോഡ് ചെയ്യണം, അവന് ഇത് കൊടുക്കണം. കുറെ തലവേദന ഉണ്ട്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ റൂം എടുത്തിട്ട് പോലും 1800 രൂപയ്ക്ക് റൂം എടുത്തിട്ട് പോലും ഒരു ടവല് പോലും ഇല്ല ഇതിനകത്ത്. നമുക്ക് ജെയിംബേ കിടന്ന് നാളെ രാവിലെ കാണാം. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞാൻ രാവിലെ ഒരു 9:30 ആയി. 9:30 എഴുന്നേറ്റ് ഒരു ടവല് പോലും ഇല്ലാത്ത എന്ത് സ്ഥലം ചെയ്യുമോ. എന്തായാലും കുളിച്ചിട്ട് ഇറങ്ങണം, അല്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ കുളിക്കണം എന്നുള്ള ഡൗട്ട് ഇരിക്കുക. കുളിച്ചിട്ട് ഇറങ്ങണമെങ്കിൽ ടവലും മേടിക്കണം, അല്ലെങ്കിൽ തന്നെ ടവൽ കൈ ഒരെണ്ണം വെക്കാം. എപ്പോഴും ഈ റൂമിൽ പോയിട്ട് തപ്പുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ കുറച്ച് സാധനം ഞാൻ ഓർഡർ ചെയ്യുക. നല്ല ഇല്ലായിരുന്നു. ടൂത്ത് പേസ്റ്റ്, ബ്രഷ്, ഒരു ഷാമ്പൂ, പിന്നെ ഒരു ചാർജറും കൂടി. പിന്നെ 12 വോൾട്ട് കാറിനകത്ത് കണക്ട് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ഫോൺ ചാർജ് നിൽക്കത്തില്ല. അപ്പൊ ഇതെല്ലാം ഓർഡർ ചെയ്യും. പിന്നെ ടവലും കൂടി വേണം മേടിച്ചേക്കാം. വേണ്ട, ഇതൊക്കെ മേടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ജെയിംബി ഒന്ന് പോയി മേടിച്ചോണ്ടോ എന്നാ? അത് അവര് വന്ന് തന്നോളാം, നീ മേടിച്ചാൽ മതി. എന്നാ ഇത് ഓഫാകാൻ നോക്ക്. താഴത്തെത്തി. ഏകദേശം 3 മിനിറ്റിൽ അങ്ങേര് വരും. ഇന്നലെ രാത്രി ഇവിടെ വന്നപ്പോ ഒരു ആള് പോലും ഇല്ലായിരുന്നു. എനിക്ക് തിരക്കണ്ടേ റോട്ടില്. ഭയങ്കര ഡ്രിഫ്റ്റ് അടിച്ചേട്ടൻ വന്നോണ്ടിരിക്കുക. ഡ്രിഫ്റ്റ് സൈഡിലോട്ട് ഡ്രിഫ്റ്റ് അടിച്ചപ്പോ സൈഡിൽ വരുന്നു. ഇവിടെ എത്തി അങ്ങേര്. ഇതാരാ ചേട്ടൻ? താങ്ക് യു ബ്രോ, ബൈ. കിട്ടി സാധനം എല്ലാം കിട്ടി. ബ്രഷും പേസ്റ്റും കുളിക്കാനുള്ള സംഭവം എല്ലാം കിട്ടി. ഓർഡർ ചെയ്തെല്ലാം വന്ന ബാറ്ററി വന്നിട്ടുണ്ട്, മറ്റേ അഡാപ്റ്റർ വന്നിട്ടുണ്ട്, ടൂത്ത് ബ്രഷ് നിനക്ക്, പേസ്റ്റ്, ഷാമ്പൂ എന്റെ ഒരെണ്ണമുണ്ട്. ടവല് ചെറുതായി പോയോ എന്നൊരു ഡൗട്ട്. ഞാൻ കുറച്ച് വലുതാ പ്രതീക്ഷിച്ച. കണ്ടീഷണർ മാത്രമേ ഷാമ്പൂ ഇല്ല. കണ്ടീഷണർ മാത്രം വെച്ചാൽ മതി തൽക്കാലം. നീ അയ്യോ പെട്ടെന്ന് ഇറങ്ങണം, ഊട്ടി പോണം. ടവല് കുറച്ച് ഏറെ വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് മാറിപ്പോയി, സൈസ് മാറിപ്പോയി. ഇതിങ്ങനെ പുറകെ വെച്ചാൽ മതി. ഒന്ന് പെട്ടെന്ന് ആട്ടറാ. എന്ത് ഇത്? എന്റെ ഷൂ എടുത്തിട്ട് നടക്കുവാണ്. എല്ലാം എടുത്ത് ഞാൻ ചെരുപ്പിട്ടില്ല കേട്ടോ. ആ ഒരു മിസ്റ്റേക്ക് മാത്രമേ. ആദ്യം തന്നെ ഞാൻ കുറച്ച് പൈസ എടുത്തുകൊണ്ട് വരട്ടെ. അല്ലെങ്കിൽ എന്തുവാണ് ചെക്ക് പോയിന്റ് ഒന്നും അവര് ടോൾ പോയിന്റ് ഒന്നും അവർ കടത്തിയിടത്തില്ല. ഇവിടെ ATM എന്ന് തോന്നുന്നു. ഫുള്ള് 200 രൂപയുള്ള ATM തന്നത്. എന്നാ ഇത് പിടിച്ചു. നിന്റെ ഫാനി പാക്കിനകത്ത് ആവശ്യം വരും. ആണോ? വണ്ടി ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച ആരെങ്കിലും പൊക്കി കാണും.
ഓർഡർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഓർഡറിന്റെ ആവശ്യമില്ല. അതാണ് മോൻ ജയിച്ചാ പോണ ഓടിച്ചോ ഓട് ഈ മാറി ഇപ്രാവശ്യം ഞാനാ ഓടിക്കില്ല. ശരി, ഇനി ചാർജ് ചെയ്യാൻ ഇഷ്യൂ വരരുത്. അത് 1000 രൂപയുടെ സംഭവല്ലേ? 1000 രൂപയുടെ അല്ല, 500 രൂപ കിട്ടി. എന്തോ സംഭവം, അത് കുത്താനുള്ള പ്ലഗ് പോയിന്റ് ഒന്നും ഇല്ലല്ലോ. ഇത് മറ്റേ 12 വോൾട്ട് കുത്താൻ വേണ്ടി. വണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണോ മേടിച്ചോണ്ട് വന്നേ? ഇപ്പൊ പിന്നെ വണ്ടിയിലല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നത്, അപ്പൊ അതല്ലേ ആവശ്യം. ഓണാക്കി നോക്കട്ടെ. ഇതാണ് സംഭവം. അങ്ങനെ ലൈറ്റ് കത്തി കേട്ടാ, കുത്തി നോക്കി. അടിച്ചു പോകും. റെഡ്മി എപ്പോ പൊട്ടി തെറിക്കുന്ന വണ്ടി ഒറ്റയടിക്ക് ബാക്ക്ഗ്രൗണ്ട് പൊട്ടി തരും. തെലുങ്ക് സിനിമ കാണുന്നു റെഡ്മി. ഫാസ്റ്റ് ചാർജിങ്. രണ്ടാമത്തെ ദിവസം ഓഫ് റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ആവുകയാണ് ഭായി. വണ്ടി സ്റ്റാർട്ടായി. ഇങ്ങനെ ചിരിക്കുന്ന ആൾക്കാരായിരിക്കും മറ്റേ ന്യൂസ് പേപ്പറിന്റെ ഫസ്റ്റ് പേജ് വരാൻ പോകും. റിവേഴ്സ് എടുക്കാനല്ല അറിയോ? ഫുള്ളും തിരി. നേരെ ഓട്ടോ വരുന്നു ബാക്കിൽ കൂടെ ഓട്ടോ വരുന്നു. വെയിലത്തിന് ഞാൻ പുറത്തിറങ്ങുന്നില്ല. എടാ എനിക്ക് വണ്ടി വിടണ്ട, അങ്ങനെ പറ്റടിക്കൊന്ന് വളയ്ക്കാൻ. കുറച്ച് വളയ്ക്കുന്ന അറ്റ്ലീസ്റ്റ്. അങ്ങോട്ടല്ല ഇങ്ങോട്ടാ പോണ്ടേ. അങ്ങോട്ട് വളയ്ക്കുക, പുറകിലുണ്ടാവല്ലോ ഉണ്ടാ നോക്ക്. ഒരു ഓട്ടോ ഉണ്ട്. ഞാൻ ഇറങ്ങാം. അതാ സേഫ്. ഞാൻ ഇറങ്ങാം. മോന് റിവേഴ്സ് എടുക്കാൻ അറിയത്തില്ല. അവ എത്ര ബാക്കിലോട്ട് നേരെ പോകുന്നു അത്രയും പോയിട്ട് വളയ്ക്കാൻ നോക്കുക. എടുത്തോ, മുമ്പിലോട്ട്. ഇത്രയും സ്ഥലം എല്ലാ സ്ഥലത്തും എവിടെ കിട്ടും മോന് വളയ്ക്കാൻ വേണ്ടി? ഒരു 2 കിലോമീറ്റർ എടുത്ത് വളയ്ക്കുക വണ്ടി. പുറകെ വേറൊരു വണ്ടി ഉണ്ട്, അതിനെ ഒന്ന് ഇടിക്കുമോ നോക്കാം. ഞാൻ മറ്റേ സംഭവിച്ച സ്റ്റോപ്പ്. ഓൺ ട്രക്ക് വളയ്ക്കുന്ന സ്ഥലത്ത് വെച്ച് വളയ്ക്കുന്ന വണ്ടി. അടുത്ത ഡെസ്റ്റിനേഷൻ ഊട്ടി ഇട്ടിട്ടുണ്ട്. 2.5 മണിക്കൂർ എത്തും. ഈ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എങ്ങോട്ടാ പോകുന്നത്? അങ്ങോട്ട് വഴിയൊന്നും ഇല്ലെന്ന്. ലെഫ്റ്റ്. ചെറിയ വഴിയാണ്, അതൊക്കെ മതി. നിനക്ക് ഇന്നലെ രാത്രി ഞാൻ വന്ന വരിക. രാത്രി ഇവിടെ ആൾത്താമസം ഇല്ലായിരുന്നു. ഇപ്പഴേ എന്താണ് കുതിരയൊക്കെ ഉണ്ടെന്ന്. നേരെ പോണം. ഊട്ടിയിലേക്ക് നേരെയാണ് പോകേണ്ടത്. ഒരു വളവില്ല തിരിവില്ല. കോയമ്പത്തൂർ ഹെറിറ്റേജ് ആൻഡ് ഹോബി എക്സലൈറ്റ് എക്സ്പോ ഉണ്ടെന്നാ കണ്ടിട്ട് പോയാലോ? വണ്ടി പോട്ടെ. உங்கந்து ரைட் போனேன். ரைட் தமிழ்ல பேசுங்க. ரைட் போங்க. தென் ரைட். லெஃப்ட் கிளியர். ரைட் போங்க. നേരെ പോങ്ക. അതുതാ ഹൈവേ. ലെഫ്റ്റ് പോങ്ക. ആ ഹൈവേയിലൊക്കെ ചാടി കയറാൻ പറ്റുമോ മോനെ? ഫ്ലൈ ഓവർ ആണ് എല്ലാ സ്ഥലത്തും. പാലമാണ്. വണ്ടി നിൽക്കുക. കേരളത്തിൽ ഇങ്ങനത്തെ മറ്റേ പാലമൊന്നും ഇല്ലായിരുന്നു. നേരെ പോണം. ഇവിടെ കൂടിയാ? ആ ഡി കൂടി. മുമ്പിൽ നിന്ന് ഒരു യൂട്ടേൺ ഉണ്ട്. യൂട്ടേൺ പക്ഷെ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഒരു വലിയ സർക്കിൾ വെച്ചിട്ടുണ്ട് യൂട്ടേൺ എടുക്കാൻ വേണ്ടി. ഞാൻ അടുത്ത പോലെ ഇത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. ഇന്നത്തെ ട്രാഫിക് ഓടിക്കുന്ന പോലെ അല്ല ഹൈവേ ഓടിക്കുന്നത്. ട്രാഫിക് ഞാൻ ഓടിച്ച് തമിഴ്നാട്ടിൽ ട്രാഫിക് ഞാൻ ഓടിക്കും. ആ ചേട്ടൻ നിന്നൊക്കെ പോകുന്നത് എവിടുന്ന് ഏതൊക്കെ വരുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഊട്ടി 82 കിലോമീറ്റർ കണ്ടല്ല. 82 കിലോമീറ്റർ. ആ ട്രെയിനൊക്കെ ഇവിടെ ഉണ്ടോ ഊട്ടിയിൽ? ഞാനൊന്ന് കയറട്ടെ. കാണുമായിരിക്കും. വിചാരിക്കുന്നത് നമ്മൾ രണ്ടുപേരും മാത്രമേ ഊട്ടി കാണാൻ പോകുന്നുള്ളൂ. റിയാലിറ്റി ചെക്ക് കിട്ടിയിട്ടില്ല. റിയാലിറ്റി ചെക്ക് അത് കിട്ടുമ്പോൾ മനസ്സിലാവും ആൾക്കാർ എത്ര ഉണ്ടെന്ന്. ഷോപ്പിംഗിന് വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ്. ഡെസ്റ്റിനേഷൻ രാംരാജ് കോട്ടൺ കൾച്ചർ ഓഫ് ഇന്ത്യ. എടുക്കാനൊന്നും ഒന്നും ഇല്ല. പിന്നെ നമ്മൾ തമിഴ്നാട്ടിലാണെങ്കിൽ നമുക്ക് മുണ്ടുകാൻ എടുക്കാന്ന് വിചാരിച്ചിരിക്കുക. അപ്പൊ നമുക്ക് എന്തായാലും വെറും ടിപ്പിക്കൽ മുണ്ട് പോയി തപ്പിയിട്ട് മേടിച്ചിട്ട് വരാം. ടിപ്പിക്കൽ ആ ചെക്ക് പോലത്തെ മുണ്ടായിരിക്കും. ടിപ്പിക്കൽ ചെക്കിനൊക്കെ കളങ്ങളുള്ള മുണ്ട് പോയി തപ്പിയിട്ട് വരാം. മുണ്ട് മറ്റേ കളം കിട്ടിയില്ല കേട്ടോ, ഇതാ കിട്ടിയത്. ജേമ്പിനി ഷർട്ടൊക്കെ ഇട്ടൊന്ന് സെറ്റാകാൻ നോക്കുക. ഏത് കളർ പോടണം? ലൈറ്റ് കൊടുങ്ങ. സൈസ് 44 കൊടുക്കും. കുറച്ച് ഓവർ സൈസ് എന്നാലും ഇട്ട് നോക്കാം. 42 ഇട്ട് നോക്കാം. കുഴപ്പമില്ല കേട്ടോ, പക്ഷെ കൈ ടൈറ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇങ്ങനെ മതിയാണ്. ഇതിപ്പോ ഒരു സൈസ് വലുതെടുക്കുക. എനിക്ക് ഫുൾ കൈ എടുക്കുകയാണോ ഒരു സൈസ് വലുതെടുക്കുക. പക്ഷെ മറ്റേത് കഴുകിയാലും ചുരുങ്ങിട്ട് പോകും. പിന്നെ അല്ലെങ്കിൽ തന്നെ എന്റെ കൈക്ക് ടൈറ്റ്. ഒരു കല്യാണരാമൻ അത് മറ്റേ മെൽക്കോയ്ക്ക് വരത്തില്ലേ, ആ ഒരു ലുക്ക് ഉണ്ട്. അതായത് കുഴപ്പമില്ല. ഇല്ല കുഴപ്പമില്ല. ഇത് പിന്നെ ലൂസ് ഇല്ല കേട്ടോ. ഇത് എന്ന് വെച്ചാൽ ഇത് ലൂസ് ഉണ്ട്. കുറച്ചേറെ വലിപ്പം കൂടുന്നുണ്ട്. കൈക്ക് വലിപ്പം വേണമെന്നുള്ളതുകൊണ്ട് 2 ബോക്സറും കൂടി എടുത്തേക്കാം. പിന്നെ എത്രയാടാ അളവ്? എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഫുള്ളും വ്യത്യാസമായിരിക്കും ഇപ്രാവശ്യം. ബോക്സർ ഇടാത്ത ഞാൻ കുഴപ്പമില്ല. കിടക്കട്ടെ. ഇത് കുഴപ്പമില്ല. മതി. ഇനി അടുത്ത മുണ്ട് കിട്ടിട്ട് നിനക്ക് അണ്ടർവെയർ ഉള്ളതും മേടിച്ചിട്ട് ഇറങ്ങാം. ഞാൻ ഉദ്ദേശിക്കുന്ന ഞാൻ ഉദ്ദേശിക്കല്ല, എന്റെ ഡിസൈൻ ആയിരുന്നു. മോൻ വിചാരിച്ചെന്ന് വെച്ചാൽ മോൻ ഒരു ബാർബി ഡോളിന് ഡ്രസ്സ് എടുത്തു വന്നിട്ട് കുർത്ത ഇട്ട് നോക്ക്. കുർത്തയും ലുങ്കി എന്റെ സെലക്ഷൻ ആണ്. ഞാൻ ഇടാൻ പോയത് അത്. മോന് ചേർന്നില്ലെങ്കിൽ ഞാൻ ഇടുന്നത്. പക്ഷെ കുർത്തയും തമിഴ്നാട് ലുക്ക് കിട്ടത്തില്ല കേട്ടോ. തമിഴ്നാട്ടില് മുണ്ടൊക്കെ ഇല്ല, അതേക്കുള്ള ലുക്ക് വേണം. ഇതൊക്കെ ചെയ്യാൻ കൊടുക്കത്തെ ബഡ്ജറ്റ് വേണം. എന്നെ ആര് പറഞ്ഞ് ഞാൻ ഗോവയ്ക്ക് പോവാന്ന്? ഗോവയിൽ പോകുമ്പോഴും മേക്ക് ഓവർ ഉണ്ട് നമുക്ക്. ഗോവ മേക്ക് ഓവർ തൽസില്ലാ ലുക്ക് ഉണ്ട്. ഇത് മതി. കൈ പൊക്കി നോക്ക്. അത്ര പൊക്കിയാക്കാൻ മതി. ഇത് മതി. ഇത് മുണ്ടുമ്പോ അത് തന്നെ കോട്ടർ കഥ തരുമോ? ഇത് മതി. ലുക്കാണ് മുമ്പ്. ഇറങ്ങ്. ഇത് പോതുമ്പോ ഇത് പോതുമേനക്ക് ഇത് പോതുമേ. அது நம்ம வேணுங்கிற வரை டைட் பண்ணிக்கலாம். ஓகே பெல்ட் இருக்கு.
நிக்கர் இருக்கு சேஃப்டிக்கு பரவாயில்ல. இவர் நிக்கர் கீழே இருக்கு சேஃப்டி பெல்ட் தேவையில்லை. கொஞ்சம் நடக்கும்போது பார்த்து நடங்க, கீழே போய் பெல்ட் வச்சிருவீங்க. നടക്കുമ്പോ നോക്കി നടക്കണം കേട്ടാ, മോന്തടിച്ച് വീഴുന്നു. இப்படி இருக்கு என்ன தம்பி சொல்லலாம். நான் வந்து விஜய் ஃபேன். நினைச்ச வண்டி கிடைச்சல, കിടക്കുന്ന വണ്ടി നിറച്ചു പോങ്ങ. ആ കണ്ണാടി വെക്കരുത് പ്ലീസ്. ശവം എടുക്കാത്ത വെച്ചാ പോരായിരുന്ന. കൊറേ നേരം എല്ലാം തുറന്ന് സ്വാഭിച്ചരണം ചേട്ടാ, സ്വാഭിച്ചരണം. വിലക്ക് പോതാ ഈ തമിഴ്നാട് ലുക്ക് വന്നിട്ട് എന്തോ ഇത് ബുദ്ധിജീവി ലുക്ക് ഉണ്ടല്ലോ പോലെ. ഞാൻ കഥ എഴുതി ഒരു തീരുമാനമാക്കി. മറ്റേ ഇത് സജ്ജിയുടെ ചോദിക്കണേ, ആ സജ്ജിയുടെ പെർഫെക്റ്റ് ആയി. സാഗർ കോട്ടപ്പുരം. ഞാനാണ് ഫുൾ ഡെക്ട് ഔട്ട് ആയത്. സൂപ്പറാ എടുക്ക. താങ്ക് യു ബൈ. താങ്ക് യു ബൈ ബൈ ബൈ. 4000 രൂപയുടെ പർച്ചേസ് അറിയാവാ? നീ ആന്റിക്കെല്ലാം കൊടുത്താ? ഞാൻ 100 രൂപ കൊടുത്തു. നല്ല കാര്യം. തമിഴില് പേസുങ്കോ തമ്പി, എപ്പടി ഇருக்கு എല്ലാം? എല്ലാം സൗഖ്യമാ இருக்குங்க. அப்படி பேசுங்கோ அப்படி பேசுங்கോ. ഞാൻ வந்து ഊട്ടിക്ക് പോറേ. ഊട്ടിക്കൊന്നും പോകുന്നില്ല, ഊട്ടിക്ക് പോരെ. നമ്മള് ഊട്ടിക്ക് പോരെ. ഇവിടെ ഇറങ്ങിയിട്ട് എല്ലാവർക്കും ഹായ് സൊട്ടിട്ട് പോകട്ടുമാ? ഞാൻ ഒന്ന് ഇറങ്ങിയിട്ട് നോക്കിട്ട് തമിഴ് ലുക്ക് ഉണ്ടെന്ന്. ഞാൻ ഇവിടെ ഫോൺ പിടിക്കും, ഞാൻ ഇറങ്ങിയിട്ട് വരാം. മോനെ ആരും തിരിച്ചറിയത്തില്ല തമിഴ്നാട്ടില്, ഞാൻ വെറ്റി വെക്കുക. ഓക്കെ, ചിലപ്പോ എന്നെ തിരിച്ചറിയായിരിക്കും, ബട്ട് മോനെ ആരും തിരിച്ചറിയാൻ പോകുന്നത് എനിക്ക് ദുഃഖമില്ലേ. എന്തിനാണ് നീ ഇവിടെ നിർത്തിയത്? അല്ല ഞാനാ നിർത്തിയത്, പക്ഷെ നീ എന്തിനാ ഇവിടെ നിർത്താൻ പറഞ്ഞ? അമ്പലമുണ്ട്, അമ്പലത്തിൽ കയറിട്ട് പോകാം. അമ്പലത്തിൽ നീ കയറിക്കോ, നീ കയറിക്കോ. നീ വല്ല സിഗ്നൽ ഇട്ടാ മതി. ഇത്ര ദൂരം പോവാ. നീ സിഗ്നൽ ഇട്ടാ മതി, ഞാൻ അപ്പൊ തന്നെ വണ്ടി എടുത്ത് നോക്കോളാം കേട്ടാ. ആ ശരി. ഇതാണ് അമ്പലം. ഹലോ, എന്താ കുറിയൊക്കെ ഇട്ടാ നീ? സ്വാമി എനിക്ക് വേണ്ടി പേഴ്സണൽ ആയിട്ട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഞാൻ സ്വാമിക്ക് 200 രൂപ കൊടുത്തു. സ്വാമിക്ക് എന്താ? സ്വാമി പറഞ്ഞു ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക ഊട്ടിയിലേക്ക്. ആശാരിയ സ്വാമിക്ക് സ്വാമി അവിടെ കെട്ടപ്പില് ഫുള്ള് മാലയിട്ട് രുദ്രാക്ഷം പോലത്തെ സ്വാമിക്കുന്നുണ്ട്. അമ്മ അപ്പൊ പോവാ കേട്ടാ. അവനൊരു അമ്പലത്തിൽ കയറി ഇറങ്ങി വന്നേ ഉള്ളു. ആ ഇത് കുർത്തയാ, നമ്മ വ്ളോഗിൽ കണ്ടാ മതി. ആ എന്ത് ചെയ്യാനാ, വേറെ ഡ്രസ്സൊന്നും എടുത്തില്ലല്ലോ. ശരി ശരി. തമിഴിലൊരു ഉൾ ടൗണിൽ കൂടെ പോകൊണ്ടിരിക്കുക നമ്മൾ. ഉൾ ഗ്രാമമല്ല, ഉൾ ടൗൺ. പട്ടി തമിഴ്നാട് ബസ്. തമിഴ്നാട് ബസ്സിലാണ് 2 നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ട് തമിഴ്നാട് ബസ്സിൽ. തമിഴിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഹിന്ദിയിൽ എഴുതി വെച്ചിരിക്കില്ല, ഇംഗ്ലീഷ് എഴുതി വെച്ചിരിക്കുന്നത്. ആർമി ട്രക്ക്. റെസ്പെക്ട്. ആർമി ജീപ്പ്. അവിടെ മലയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്, കണ്ട ആ ദൂരത്ത് ഈ ബിൽഡിങ്ങിന്റെ ബാക്കിൽ. അതെ അവിടെ മല കണ്ട. മലയോകത്തിലാണോ നമ്മൾ നോക്കൊണ്ടിരിക്കുന്നത്? ഊട്ടിയാൽ ചിലപ്പോൾ മലയുടെ മേളിലായിരിക്കും. അണ്ണാ എനിക്ക് വിശക്കുന്നു, കുറെ നേരമായിട്ട് ഞാൻ പറയും കൺട്രോൾ കിട്ടുമോ. എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ രാവിലെ ബോഡിക്ക് സ്റ്റാമിനയുടെ കാര്യമല്ല ഇത് ബേസിക് നെസസിറ്റി ആണ് ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ. ചായ കഴിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. നീ വെറും ഡിലേ അടിപ്പിക്കും. ചായ കുടിക്കണം. ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് തലയിറങ്ങി നോക്കട്ടെ. ഊട്ടി എത്തിയിട്ടില്ല, പക്ഷെ പകുതി വഴിക്ക് കഴിക്കാൻ വേണ്ടി നിൽക്കും. വേണ്ടി ഇവിടുന്ന് കഴിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ടയറിനകത്ത് ചോറൊക്കെ മിക്സ് ചെയ്താണ് എനിക്ക് പറഞ്ഞു. കൊള്ളാം. അപ്പൊ ഇത് കുടിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. മുളകായിട്ട് കഴിക്കാൻ പോണ കൊള്ളം കഴിച്ചു. നല്ല ലൈറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, പക്ഷെ നല്ലായിരുന്നു. എനിക്ക് മുണ്ടെടുത്ത് ശീലമില്ല അറിയാമോ. അപ്പൊ എന്തോണ ഇവൻ സൈഡിലുള്ള എന്ത് തൊട്ടുവിട്ടാനുള്ള എല്ലാം ചെയ്യുക. എക്സ്ട്രാ 30 രൂപ അതിന് വേണ്ടി ഉള്ള എല്ലാം കഴിക്കുമായിരുന്നു. സിറ്റി ലൈഫൊക്കെ വിട്ട് ഇപ്പൊ കുറച്ചുകൂടെ ഗ്രാമീയം കാട്ട് ഏരിയ ഒക്കെ കാടായി. ആന വന്നാലാ നിന്നെ ഇവിടെ ഒന്നിട്ടിട്ട് ആന നിനക്കിട്ട് പണിയുമ്പോ ഞാനിവിടെ പൊക്കോ. ആനയ്ക്ക് കുറച്ചുകൂടെ മാസമുള്ള സംഭവമായിരിക്കും കുറച്ചുകൂടെ ഇഷ്ടം. എനിക്ക് വല്ല പല്ലുവിനൊക്കെ ടൂത്ത് പിക്കാണ്. കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടെ. ഈ ചെക്ക് പോസ്റ്റ് വെറുതെ ഉണ്ടാക്കി വെച്ചിരിക്കുവാണ്. എന്ത് പറ്റി? അല്ല, ഇതിനു മുമ്പ് കുറച്ച് സ്ഥലത്ത് പോയപ്പോഴും ഇങ്ങനെ വെറുതെ മാൻ മെയ്ഡ് ചെക്ക് വെറുതെ ഉണ്ടാക്കിയ ചെക്ക് പോസ്റ്റ് കണ്ടിട്ടുണ്ട്. ചെക്കന്മാരാണ്, ചേച്ചിമാരും. പാസ്പോർട്ട് വേണോ? പാസ്പോർട്ട് വേണമെന്ന് അറിയത്തില്ല. ഈ പാസ്പോർട്ട് വേണമെന്ന് പോലീസ് ചെക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത്. എന്തെങ്കിലും കുറച്ച് എക്സ്ട്രാ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മല സ്വന്തം ഉണ്ടാക്കി പോലല്ലോ അവര്. അതിനവർക്ക് പൈസ ഇ പാസ് എടുക്കണം കേട്ടോ. അപ്പോൾ ഇ പാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ബേസിക്കലി അവർ ഇവൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലെന്നൊക്കെ അവർ കുറച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് ചെറിയ ഡൗട്ട്, പക്ഷേ കറക്റ്റ് കാര്യങ്ങൾ തന്നെ. അവർക്ക് ഇവിടെ വന്യമൃഗങ്ങൾക്കൊന്നും ആഹാരം കൊടുക്കരുത്, പ്ലാസ്റ്റിക് ഇടരുത്, സ്പീഡിങ് ചെയ്യരുത്. നല്ല കുരങ്ങന്മാർ കാണുന്നുണ്ട് ആദ്യമുള്ള. വേറെ ഇത് എന്താണ് ഈ ഹമ്പൊക്കെ വെറുതെ കയറി പോവാണ്. എന്താ
കണ്ണാടി മാറ്റണമെന്ന് അതെ. എന്താ അറിയത്തില്ല, പൊക്കത്തോട്ട് കയറും തോറും എന്റെ ചെവി അടഞ്ഞൊരു ഫീല് വരുന്നു എനിക്ക്. കുറെ ട്രക്ക് ഉണ്ടല്ലോ ഇവിടെ, ഈ ട്രക്കൊക്കെ എങ്ങോട്ടാ പോകുന്നത് ഇതിന്റെ പൊക്കത്ത്? ഫുള്ളും തിരക്കാണ്, ഫുൾ തിരക്ക്. കൊടുക്കാൻ നല്ല ഷാർപ്പായിട്ടുള്ള ടേൺ വരുന്നു. ഓഹ് ദൈവമേ, അത് വലിയ ഷാപ്പില്ലായിരുന്നു. ഇവൻ കുറെ നേരമായിട്ട് ഈ ലോറിയുടെ പുറകെ ആണല്ലോ ദൈവമേ. നല്ല നടക്കുക. പഠിച്ചത് തൊട്ടുള്ള എല്ലാ ഡ്രൈവിംഗ് സ്കിൽസും ഡ്രൈവിംഗ് സ്കിൽസും ടെസ്റ്റ് ആവുകയാണെങ്കിൽ നീ പറ്റുന്നില്ലേ മാറി ഞാൻ ചെയ്തത്. മല കയറ്റുവാണ് ഞാൻ ഈ വണ്ടി മാനുവല്. ഞാനിപ്പോ എന്ത് ചെയ്യണം? നീ കുറെ നേരമായിട്ട് ഈ ലോറിയുടെ പുറകിലാണ്. മല നിനക്ക് വല്ല പ്രൈസ് വല്ലതും തരണം. ലോറിയുടെ പുറകെ പോകുന്നത് സേഫാ. ആണോ? ആരും ഹോൺ അടിക്കത്തില്ല. ലോറി പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ ലോറി പുറകോട്ട് വന്നാൽ അത് മാത്രമേ പ്രശ്നമുള്ളൂ. ഞാൻ കയ്യിലോടിച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഈ ലോറിയും കൈ മുമ്പിലോട്ട് പോകും. കാണണം, മോന് വേണം ഈ വണ്ടി. എന്റെ കയ്യിലോട്ട് കിട്ടിയതിനൊക്കെ അറിയാം ഞാൻ ഓടിച്ചു പോകുന്നത്. പൊക്കി കൊണ്ടിട്ടാലും കുഴപ്പമില്ല, ചത്താലും കുഴപ്പമില്ല, മോന് വേണം. നിനക്ക് കുഴപ്പം, എനിക്ക് കുഴപ്പമുണ്ട്. ഞാൻ നല്ലതായിട്ട് ഓടിച്ച് കയറ്റി കൊണ്ടുപോകും. ഡ്രൈവർ ഒന്ന് ചേഞ്ച് ആയി. മല മോന് വാടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഒന്നുമല്ല കണ്ട, കയറ്റി കയറി പോകണ്ടേ. ബസ് വരുന്നത് മാത്രം ഒരു സീനുള്ളൂ, അല്ലെ ഒരു കുഴപ്പമില്ല. അർജുൻ വണ്ടി ഓടിച്ച് തളർന്നോ? ഒന്നും മിണ്ടാത്ത എന്താ? ഡ്രസ്സ് മാറ്റിയല്ലേ? തണുപ്പിനെ ഡ്രസ്സ് എടുത്തിട്ടാ, വിന്റർ ക്ലോത്ത്സ്. നമ്മൾ ഒക്കത്തോട്ട് പോയിട്ട് എന്ത് ചെയ്യാൻ പോകണം അറിയില്ല. ഫോട്ടോഷൂട്ട് എല്ലാം തീർന്നല്ലോ. ഫോട്ടോഷൂട്ട് എല്ലാം തീർന്നു. എന്നാലും എനിക്കറിയത്തില്ല ഊട്ടിയിലോട്ട് എന്താ നമ്മൾ ഉദ്ദേശിച്ച് പോകുന്നത്. നമ്മൾ വേറെ പൊക്കോണ്ടിരിക്കും. ഊട്ടിപ്പട്ടണം, ആ പട്ടണം, ഈ പട്ടണം ഉണ്ടാ. ടീ പ്ലാന്റേഷന്റെ സ്ഥലമാണ് കണ്ട, കിടിലം ലുക്കാ അത്. എല്ലാത്തിനും കൊടുക്കത്തെ എക്സൈറ്റ്മെന്റ്. നമ്മൾ അവിടെ എത്തട്ടെ, ആദ്യം എത്തിയ പോലും ഇല്ല. ഇവിടെ നിർത്തിയിട്ട് പോകാൻ, ഇതൊക്കെ കണ്ടിട്ട് പോവാം. എന്തായാലും നമ്മളെ ഊട്ടിയിലുണ്ടല്ലോ ഇന്ന്. വണ്ടി നിർത്തി നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കുന്നില്ല. പൊട്ടനൊക്കെ വണ്ടി ഓടിച്ചാലും കാട്ടി നല്ലത് സ്വന്തം നടന്നു പോകാതെയായിരുന്നു. ഇവിടെ നിർത്താടാ, പുറകിൽ 2 ബസ് കൊണ്ട് എല്ലാം ഉണ്ട്. എവിടെ കൊണ്ട് നിർത്താം? എന്തൊക്കെ വണ്ടിയുടെ ഹോൾട്ട് ചെയ്യേണ്ടി വന്ന് എന്തോ കൺസ്ട്രക്ഷൻ കാണുന്നുണ്ട്. അവൻ പാനിക്കായിട്ട് മൂത്ര വെച്ചെന്ന് തോന്നുന്നു. അവര് കൈ കാണിച്ചോ മോൻ വിചാരിച്ചു മോന്റെ ഡ്രൈവിംഗ് തല്ലാൻ വന്നു. നമ്മളത് ഊട്ടിലെത്തി കേട്ടാ. ഒരു സ്ഥലത്ത് ഞാൻ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ണി കണ്ട സ്ഥലത്ത് എല്ലാം പെയ്ഡ് പാർക്കിംഗ് ആണ്. റോഡ് സൈഡിലാണ്, എന്നാലും പെയ്ഡ് പാർക്കിംഗ്. എന്തായാലും ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് റൂം തപ്പണം. ഡിന്നർ ഇറങ്ങണം. ഇതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഡോമിനോസ് ഉണ്ടല്ലോ മുമ്പിൽ. വേണ്ട, KFC പോകാം. KFC ഇവിടെ ഉണ്ട് കണ്ടല്ലോ. പിസ്സ 90-40 ബിൽഡിംഗ് ആണ്. അതൊക്കെ അത്രേ ഉള്ളൂ. KFC എൻട്രി, ലെറ്റ്സ് ഗോ. ഊട്ടിയിലെ പിസ്സ ഹട്ടും KFC എത്തിയിട്ടുണ്ടോ? ജെയിംബി ഇപ്പം എങ്ങനെയുണ്ട്? കഞ്ഞി മാത്രമായിരുന്നല്ലോ നിന്റെ വയറ്റിനകത്ത്. ഇത് കുറച്ച് ചിക്കനൊക്കെ കയറി ചെല്ലുന്നുണ്ട്. ആശ്വാസം കിട്ടുന്നുണ്ടല്ലേ? ആശ്വാസം കാരണം സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഞാനും കഴിക്കട്ടെ. നല്ല സാമ ചെല്ലുന്ന സ്ഥലത്ത് വലിയ ശോകമായിരിക്കും, പക്ഷേ ഇത് കൊള്ളാം. കേസപ്പം വണ്ടി ഞാൻ ഇവിടെ തന്നെ ഇടാൻ പ്ലാൻ ചെയ്തിരിക്കുക. ഇത് 1 മണിക്കൂറത്തേക്ക് 60 രൂപ, പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം ഓരോ മണിക്കൂർ 30 രൂപ വെച്ചാൽ. അപ്പോൾ രാത്രി 11 മണി വരെ പാർക്കിങ്ങിൻ്റെ ഫീസാ. അത് കഴിഞ്ഞിട്ട് 11 തൊട്ട് നാളെ രാവിലെ വരെ പിന്നെ പാർക്കിംഗ് ഇല്ല. അപ്പോൾ എന്തായാലും ഒക്കെ ഇവിടെ കിടക്കട്ടെ. ഞാൻ ബാക്കിയുള്ള പൈസയും കൊടുത്ത് കുറച്ചേറെ യെല്ലോ പാർക്കിംഗ് ടിക്കറ്റ് മേടിച്ച് ഇവിടെ തന്നെ ഇടുവാണ്. ആ റൂം അടുത്തായിട്ട് 1 കിലോമീറ്റർ ദൂരെ നടന്നു പോകാം. നീ ഇത് വെക്കണ്ടാ, നീ നിക്കറി ഭാഗത്ത് നിക്കറുണ്ടല്ലേ. എനിക്ക് നല്ല തടുക്കുന്നുണ്ട്. ഒരു മൊബൈലിൽ ചാർജ് എടുക്കണ്ടേ ആ മൊബൈൽ ഷോപ്പിൽ നിന്ന് മേടിച്ചേക്ക്. അല്ലെങ്കിൽ മെനക്കേടാ. ഈ വണ്ടിക്കകത്ത് എപ്പോഴും വന്ന് ചാർജ് കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ചറ കണക്ക് എല്ലാത്തിനും ചിലവാകും. 800 രൂപയുടെ ഒരു പൊട്ട അഡാപ്റ്റർ. അത് കുത്തിയിട്ട് ചാർജ് ആകാനുള്ള ഡൗട്ടാണ്. കുറേ നേരം കുത്തിയിട്ട് നോക്കിയിട്ട് 1% കൂടി. പക്ഷെ അത് മേടിക്കാൻ ശരിയാകത്തില്ല. റൂമിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഫോൺ ചാർജ് ചെയ്യണം. അയ്യോ എത്ര രൂപയുടെ ചിലവ് വന്നിട്ട് ഇരിക്കുന്നുണ്ട്? 10,000 4,000 അവിടെ. ഇത് എനിക്കൊന്ന് 10-12 രൂപ ആയി ഇപ്പൊ തന്നെ ഓൾറെഡി. ഊട്ടി. പക്ഷെ നീ ഇത്ര എക്സ്പെൻസീവ് ആണെന്ന് വിചാരിച്ചോ? ഏതപ്പോ ഒരു വൈകുന്നേര സമയത്ത് ഊട്ടി കാണാൻ ഇങ്ങനെ കേട്ടെ. ഊട്ടിയുടെ നടുക്കും കണ്ട് നിൽക്കുവാണ്. അപ്പൊ ഈ മലയുടെ നടുക്ക് ഏതാണ്ട് മല കാണിക്കാൻ വരുന്ന അറിയത്തില്ല. ഊട്ടി എത്തിയിട്ടില്ല പറഞ്ഞ. ഊട്ടി ഇനിയുണ്ട്. എന്തിനിയുണ്ടെന്ന് നീ കാറുന്നത്? ഇത്രയും കയറി നീ മലയുടെ മുഖത്തോട്ട് ഈ പൊക്ക വലയെന്ന് കാണുന്നില്ല. എല്ലാം തീർന്ന്. ഊട്ടി ഉണ്ടല്ലേ? ഇനി ഒരു 6-7 കിലോമീറ്റർ ഉണ്ട് ഊട്ടി. ഉടുക്കാനും അറിയത്തില്ല, മുണ്ടൂരിപ്പോണ്ടിരിക്കുക. എപ്പോ നോക്കിയാലും എവിടെയെങ്കിലും ഹോട്ടലിൽ തപ്പാട്ടാ. തണുപ്പുണ്ട് ഇവിടെ. എന്താ അറിയത്തില്ല, എനിക്ക് എന്തോ ഒരു തോന്നല് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടെന്ന്. നിന്നെ കൊണ്ട് മുണ്ടെടുക്കാനും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആൾക്കാരെ കുറിച്ച് നോക്കുന്ന. തമിഴ്നാട് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഫോൺ ആരിലും അടിച്ചോണ്ട് പോകുന്നൊരു ചെറിയ ഡൗട്ട്. എന്റെ കയ്യിൽ നിന്ന് അടിച്ചോണ്ട് പോകാൻ ബുദ്ധിമുട്ടാവുമല്ലേ? ഉടൽ മഞ്ഞിൽ ഓഹോ താഴ്വരയിൽ ഓഹോ. അമ്മയുടെ സംസാരിക്കുവാണെങ്കിൽ ഊട്ടി എത്തുന്നത്. അമ്മ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. ഇതെന്റെ ഒരു ഫാൻ കിട്ടി കേട്ടോ എനിക്ക് ഊട്ടിക്കകത്ത്. അവൻ എന്നെ കണ്ടപ്പോൾ തന്നെ ഓടി വന്നതാ. നീ പാലക്കാടല്ലേ? അച്ഛനോട് വർക്ക് ചെയ്യുന്നു അല്ലേ? അമ്മ നമ്മളിപ്പം റോസ് ഗാർഡൻ, ബൊട്ടാണിക്കൽ ഗാർഡൻ, അപ്പൊ നമ്മളിപ്പോ ഊട്ടിയുടെ നടക്കാം. അവിടെ റൂം തപ്പാ ആദ്യം. ഫൈനലി അങ്ങനെ ഒരു ഹോട്ടൽ റൂം കിട്ടിയിരിക്കുകയാണ്. പാർക്കിംഗ് ഏരിയ ഒക്കെ ഉള്ളത്. പക്ഷെ കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. അവിടെ 4 പേർക്ക് കിടക്കാനുള്ള റൂമേ ഉള്ളൂ. അപ്പോൾ 2,400 രൂപ കണ്ട. അപ്പൊ അതെടുക്കുന്നില്ല.
ചെന്നൈ 1800 രൂപ കൊടുത്തു. ചെന്നൈ അല്ല, കോയമ്പത്തൂർ. റൂം കിട്ടിയിട്ടില്ല, പക്ഷെ അവന് ഗെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ സ്കാർഫ് വേണം. എന്താണ് മലർത്തി അടിക്കാണ്? സ്കാർഫാണ് ചോദിക്കുന്നത്. ഓ കിട്ടി. ഊട്ടിപ്പട്ടണം. അങ്ങനെ കുറെ കറങ്ങി നടന്നിട്ട് ഒരു ഹോട്ടൽ കിട്ടി. കുറച്ച് ചെറുതാടാ. എക്സ്പീരിയൻസ് ചെയ്ത് ഒറ്റയ്ക്ക് ഞാൻ ചെയ്യുന്നില്ല. നീ തന്നെ നിൽക്കുവോ അതൊക്കെ? അർജുനമ്പി ഒരു ലെവലിന്റെ താഴത്തോട്ട് വീഴത്തില്ല. അത് നീ വീഴും, എനിക്ക് വരത്തില്ല. ചെറിയ റൂമാണ്, അത്രേ ഉള്ളൂ പ്രശ്നം. അത് ചെറുതല്ലടാ, അതൊരു സബ്ജയില്ല. അത് രാവിലെ ദിവസത്തേക്ക് ഉള്ളൂ. ഇതൊക്കെ എക്സ്പീരിയൻസ് അല്ലേ? വേണ്ട, എക്സ്പീരിയൻസ് വേണ്ട. അവിടെ നിന്ന് എനിക്ക് ഉറക്കം വരുത്തൊന്നുമില്ല. അവിടെ ഉറങ്ങിയാൽ മതി, കണ്ണടച്ച്. തണുപ്പത്ത് ഉറക്കം വന്നോളൂ, ഫാൻ പോലും ഇല്ല അവിടെ. വേറെ ഒന്നും തപ്പ. ഒരു കാര്യം ക്ലിയർ ആയിട്ടുണ്ട്, ഇവിടെ എത്ര ഹോട്ടലുണ്ട് അതെല്ലാം മിക്കതും ബിലോ ആവറേജ്. എന്നാണ് മോനെ ചായ? എന്ത് ചായ? നോർമൽ ചായ. ഇതാണ് നീ ഓർഡർ ചെയ്തത്? കൊള്ളാം. കഴിച്ചോ. നീയല്ലേ ഓർഡർ ചെയ്തത്? ഞങ്ങൾ വേറൊരു ഹോട്ടലിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ആ ഒരു റൂം കാണിച്ചു തരുന്നത്. ഇവിടെ എപ്പോഴും ആൾക്കാർ ആ ഒരു റൂം കാണിച്ചു തരും, പിന്നെയാണ് ഓക്കെ പറയുന്നത്. ഞാൻ പറയുന്ന പൈസ ചിലവാക്കുവാണെങ്കിൽ ഇന്ത്യയുടെ പുറത്ത് തന്നെ അത് കുഴപ്പമില്ല. ഇന്ത്യയുടെ പുറത്ത് ഞാൻ അടുത്ത ഇന്ത്യയുടെ പുറത്തോട്ട് അടുത്ത് മണി വേർത്തിട്ടായിരിക്കണം. എന്ത് പറ്റി JMB? നീ ഏത് റൂം പിടിച്ചതാണ്? അറ്റ്ലീസ്റ്റ് ആ റൂമിനെക്കാട്ടിലും മെച്ചമുണ്ട് ഇത്. ഡബിൾ പൈസയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് കാണിക്കുന്നത്? അടുത്ത ട്രിപ്പിൽ ഇന്ത്യയുടെ പുറത്താ മോനെ. അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചം. ഊട്ടി വന്ന് നമുക്ക് നാളെ രാവിലത്തേക്ക് വല്ല പ്രോപ്പർ സ്ഥലം ഉണ്ടെന്നൊക്കെ നോക്കാം കേട്ടോ. ഇപ്പൊ എന്തായിരുന്നു ഫ്രഷ് ആട്ടെ. ഫ്രഷ് അല്ല, ജസ്റ്റ് കിടക്കട്ടെ. എനിക്ക് ബ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇവിടെ വൈഫൈയിൽ ഒന്നുമില്ല. ജസ്റ്റ് ഇപ്പോൾ ബ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബ്ലോഗ് അപ്ലോഡ് ചെയ്തപ്പോഴാണ് ദൈവം കുറേ ആൾക്കാർ ചോദിക്കുന്നത് അത് റെന്റഡ് വണ്ടിയാണോ ബ്രോ? നിങ്ങൾ ടെൻഷൻ അടിക്കുക എന്താണ്? ഞാൻ എൻ്റെ വായിൽ നിന്ന് വെറുതെ ഇറങ്ങി വന്നത്. റെന്റഡ് ഒന്നും അല്ല, എൻ്റെ കൂട്ടുകാരൻ്റെ. അവൻ്റെ ചിലപ്പോൾ ഞാൻ അത് മേടിക്കുമായിരിക്കും. കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ എനിക്ക് ഇപ്പോൾ ഓടിച്ചു വന്നപ്പോൾ കുറച്ച് ഇഷ്ടപ്പെട്ടു. ചോദിക്കുമ്പോൾ തരുന്നുണ്ട്. തിരിച്ചു എന്തെങ്കിലും അവന് മേടിച്ചു കൊടുക്കേണ്ടി വരും ഇവിടുന്ന് പോകുന്ന ഒരു ട്രിപ്പിൽ. അല്ലെങ്കിൽ അവൻ്റെക്ക് ഒരു ദിവസം എടുത്തുകൊണ്ട് പോകുമെന്നും പറഞ്ഞ് അവൻ്റെ വണ്ടി എടുത്തത് ഇനി 3-4 ദിവസം ആയിട്ട് കൊടുക്കുക. തീരുമാനം. എന്തായാലും നമുക്കിന് പുറത്തു പോവാം. എങ്ങോട്ട് പോവാടാ? ക്രിസ്മസാ? എന്ത് പറ്റിയടാ? ലോക്കൽസ് ഇങ്ങനത്തെ ഡ്രസ്സുകാരില്ല. ഇവിടുന്ന് കഴിക്കാനാണോ? അവിടെ കുറെ ആൾക്കാരുണ്ട്, കഴിച്ചാലോ? നിന്റെ ഇഷ്ടം. ഓരോ ദോശയൊക്കെയാടാ ഇവിടെ. എനിക്ക് വേണ്ട ദോശ ഇടിയപ്പൊന്നും കഴിക്കാൻ ഇവിടെ. ചാട്ട് കഴിച്ചിട്ടോ? കിട്ടുന്നത് അങ്ങോട്ട് ഓർഡർ ചെയ്യാനുള്ളതിന് JMB മെനു ഇരിക്കാണ്. ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കും, പിന്നെ വേറെ കടയിൽ പോയി കഴിക്കും. സ്റ്റാർട്ടർ എന്നാണ് ചാട്ട. നമുക്ക് നോക്കാം, മേടിച്ച് കഴിക്കണം. ടേബിൾ സർവീസ് എന്ന് പറഞ്ഞിട്ട് ടേബിളിൽ ആരുമില്ല. മെനു വന്നു. എന്തോ ഓർഡർ ചെയ്യാൻ നോക്കി. കച്ചോടിയും ദൈച്ചാട്ട മറന്നുപോയി എൻ്റെ പേരൊക്കെ. എന്നാ കഴിച്ചു? വർഷങ്ങളായി ഇതൊക്കെ കഴിച്ചിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ അങ്ങനെ ഉണ്ടോ. ഈ എല്ലാം നല്ലതാണ്. ആ സെയിം ടേസ്റ്റാണ് അല്ലേ? കുഴപ്പമില്ല. അപ്പോൾ അവിടുന്ന് ആരം കഴിച്ച് എനിക്കിപ്പോഴും വിശക്കുന്നുണ്ട്. പക്ഷേ ആ തൈര് കഴിച്ചുകൊണ്ട് ചെറുതായിട്ട് വയറ് നടന്നു. എന്തായാലും വേറെ വല്ല ഐഡിയ ഉണ്ടോ കഴിക്കാൻ? റാൻഡമായിട്ട് നമ്മൾ അവിടെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഈ ട്രിപ്പ് റാൻഡവാ. മറ്റേ ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിനിന് നാളെ രാവിലെയൊക്കെയാണ് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. കിലുക്കത്തിലുള്ള ട്രെയിനാണെന്ന് തോന്നുന്നു. അപ്പം എന്തുവാണ് നമ്മൾ പോകുന്ന ട്രിപ്പ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഊട്ടിയിലല്ലേ, നാളെ മധുരയ്ക്ക്. അല്ലല്ല, മൈസൂർ കഴിഞ്ഞ് പിന്നെ ഗോവ കഴിഞ്ഞ് പിന്നെ മുംബൈ. ഗോവയിലൊന്നും പോകത്തില്ല. ഗോവ പോകുന്നുണ്ട്. പക്ഷെ ഗോവയായിട്ട് തിരിച്ച് വീട്ടില് ചെറുക്ക എന്റെ കൂട്ടുകാരന്റെ വണ്ടി ആയിപ്പോ. എന്റെ വണ്ടി ആയിരുന്നെങ്കിൽ നീ ഈ മാസം വീട്ടിൽ തിരിച്ചിട്ടതില്ല. ഒറ്റയ്ക്ക് പോകത്തേ ഉള്ളൂ. ഈ ലെഗ് അടിക്കുന്ന ആൾക്കാരൊക്കെ തള്ളി മാറിട്ട് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയി സാമ്രാജ്യം കൊണ്ടുപോയി. എനിക്ക് എന്റെ സമയം കിട്ടിപ്പോകുന്നുണ്ട്. ഇപ്പം ടൈൽസ് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആളെന്ത് പൈസ കിട്ടണം. എന്ത് കിട്ട്? ടൈൽസ് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ചെറിയൊരു സാമ്രാജ്യം. ടൈൽസ് വെച്ച് തുടങ്ങിയ? കൈൽസാ? ഫൗണ്ടേഷൻ ഇട്ടേ ഉള്ളൂ. എന്റെ ടൈൽസാ? അയ്യോ പാവം. നമ്മുടെ ഓർഡർ ആയിട്ടുണ്ടോ? പോയി എടുക്ക്. അങ്ങനെ ഫൈനലി ഫുഡ് വന്നിരിക്കുന്നു. ഫുഡ് എന്ന് പറയണോ സ്നാക്സ് എന്ന് പറയണോ? സ്പൈസ് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ട് ആ സ്പൈസ് ഇട്ട് ഒന്നുമല്ല. നമ്മളെന്നാലും ഊട്ടിയിൽ എങ്ങനെ എത്തി? നമ്മൾ മൈസൂരിലോട്ടാണ് കണ്ടല്ലേ പൊക്കോണ്ടിരുന്നത്. ആ പോവല്ലേ? ഈ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞ ബക്കറ്റ് മേടിച്ചിരുന്നെങ്കിൽ ചിക്കനും കൂടുതൽ കിട്ടിയേനെ, 3 പെപ്സിയും കിട്ടിയേനെ. ഇങ്ങോട്ട് നിൽക്കേക്ക്. നീ സ്ട്രിപ്സ് മേടിപ്പിച്ചിട്ട് പെപ്സി എക്സ്ട്രാ മേടിപ്പിച്ച് 550 രൂപയാക്കി. വെറും 100 രൂപ എക്സ്ട്രാ കൊടുത്താൽ ഇനിയും ചിക്കനും കൂടുതൽ കിട്ടിയ പെപ്സിയും കിട്ടിയത്. അപ്പോൾ എന്തായാലും ഗൈസ്, ഈ ഡെസ്റ്റിനേഷൻ ഇല്ലാത്ത ഒരു ട്രിപ്പ് എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് നാളെ വെച്ച് കണ്ടിന്യൂ ചെയ്യാം. ഐ ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ. I'll see you guys next time. Till then, take care. Peace.